പത്തനംതിട്ടയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന് പരാതി. പല സ്ഥലങ്ങളിൽ എത്തിച്ചു പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഉയർന്നത്. സംഭവത്തിൽ ഒരു പെൺകുട്ടിയടക്കം 10 പേരെ പോലീസ് പ്രതി ചേർത്തു. പ്രായപൂർത്തിയാകാത്ത 4 പേരടക്കം 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യത്തെ തുടർന്നാണ് കസ്റ്റഡിയിൽ എടുത്തവരെ വിട്ടയച്ചത്. കഴിഞ്ഞ മെയ് മാസമായിരുന്നു സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരിയെ 10 പേർ പലതവണ പീഡിപ്പിച്ചെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിലും പ്രതിയാക്കപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലും എത്തിച്ചായിരുന്നു പീഡനം. സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി. പ്രതിപ്പട്ടികയിലുള്ള 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിനിടെ ചൈൽഡ് ലൈൻ അധികൃതരോടായിരുന്നു പീഡന വിവരം പെൺകുട്ടി പറഞ്ഞത്. സഹപാഠികൾ പെൺകുട്ടിയെ ഒരുമിച്ച് പീഡനത്തിനിരയാക്കിയതായും പോലീസിന് വിവരം ലഭിച്ചു. സംഭവത്തിൽ ഗൌരവമായ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ നമുക്ക് വലിയ വിഷമമുണ്ടാക്കുന്നതാണ്. അതുമാത്രമല്ല, അത്തരം കാര്യങ്ങൾ കുട്ടികൾ തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. ആ കാര്യത്തിൽ ഗൗരവമായ മറ്റു നടപടികൾ ഉണ്ടാകും. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ്. പീഡനത്തിന് ഒത്താശ ചെയ്ത പെൺകുട്ടിയെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. 6 പേരെ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ പെൺകുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ ഇന്ന് വൈകിട്ടോടെ വിട്ടയച്ചു. ഇതിലൊരാൾ നേരത്തെ പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 50-ലധികം പേർ ചേർന്ന് പീഡിപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ടും തേടി. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.